നമസ്കാരം. ഞാൻ ഡോക്ടർ അഞ്ജലി. ആം ആയുർവേദ കൺസൾട്ടന്റ് വർക്കിംഗ് വിത്ത് ആയി ശക്തി ഇൻ മുംബൈ. ഇപ്പോഴത്തെ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകള് അല്ലെങ്കിൽ മുതിർന്നവരായിട്ടുള്ളവര്, സ്ത്രീകളായിക്കോട്ടെ പുരുഷന്മാരായിക്കോട്ടെ, എല്ലാവരും ചെയ്തു വരുന്നൊരു കാര്യമാണ് സ്മോക്കിംഗ് എന്ന് പറയുന്നത് അല്ലേ. അതിൽ പല ആളുകൾ ബീഡി വലിക്കുന്നവരുണ്ട്, പല ആൾക്കാർ സിഗരറ്റ് വലിക്കുന്നവരുണ്ട്. സിഗരറ്റ് കൂടുതലും ഇപ്പോഴത്തെ ആൾക്കാരാണ് കൂടുതൽ യൂസ് ചെയ്ത് വരുന്നത്. പണ്ടത്തെ ആൾക്കാരൊക്കെയാണ് കൂടുതലും ബീഡി യൂസ് ചെയ്ത് വരിക അല്ലേ. അപ്പൊ ഇന്ന് ഞാനൊരു ബോധവൽക്കരണ ക്ലാസ് ആയിട്ടല്ല കേട്ടോ വന്നിരിക്കുന്നത്. ഇന്ന് ഞാനിവിടെ ഒരു കാര്യം നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. നിങ്ങൾ ഈ വലിക്കുന്ന ബീഡിയാണോ അല്ലെങ്കിൽ സിഗരറ്റ്, ഏതാണ് നമ്മുടെ ശരീരത്തിന് കൂടുതലും ഹാനികരമായിട്ടുള്ളത് എന്നാണ് ഞാൻ ഇവിടെ കാണിച്ചു തരാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രദ്ധിക്കുക. വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ ഇതിനായിട്ട് നമ്മൾ ഇവിടെ 2 കുപ്പി എടുക്കുന്നുണ്ട്. ആ കുപ്പിയിൽ നമ്മൾ നിറച്ച് ഫുള്ളായിട്ട് വെള്ളം നിറച്ച് വെക്കുകയാണ്. ആ കുപ്പിയുടെ അടിയിലായിട്ട് നമ്മൾ 2 ഹോള് കൊടുക്കുന്നുണ്ട്. കാരണം സിഗരറ്റും ബീഡിയും നമ്മൾ കത്തിക്കുന്ന സമയത്തുണ്ടല്ലോ, ഈ വെള്ളം നമ്മൾ പുറത്തേക്ക് വിടും. അപ്പൊ അതിനായിട്ട് നമ്മൾ അടിയിൽ 2 ഹോള് കൊടുത്തിട്ട് അവിടുന്ന് ഫിറ്റ് ചെയ്ത് വെക്കുകയാണ്, വെള്ളം പുറത്തേക്ക് പോവാതിരിക്കാനായിട്ട്. ശേഷം നമ്മളിവിടെ 2 കോട്ടൺ എടുക്കുന്നുണ്ട്. ഈ കോട്ടൺ ഓരോ കുപ്പിയുടെ വായ്ഭാഗത്ത്, അതിന്റെ ഓപ്പണിങ്ങിന്റെ ഭാഗത്ത് നമ്മളിങ്ങനെ കുറച്ചൊന്ന് വെച്ചു കൊടുക്കണം. ഉള്ളിലേക്കല്ല, ആ ഒരു വായ്ഭാഗത്തായിട്ട് നമ്മൾ വെച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മുടെ ഈ കോർക്ക് ഉണ്ടല്ലോ, കുപ്പിയുടെ മൂടിയുടെ കോർക്കിൽ നമ്മളൊരു ഹോള് പോലെ ക്രിയേറ്റ് ചെയ്തിട്ട് ഒരെണ്ണത്തില് ബീഡിയും ഒരെണ്ണത്തില് സിഗരറ്റും, എന്നിട്ട് കോർക്ക് നന്നായിട്ട് അടച്ചു വെക്കുക. അടച്ചു വെച്ചിട്ട് രണ്ടെണ്ണത്തിലും, അതായത് ബീഡിയിലും അതുപോലെ തന്നെ സിഗരറ്റിലും രണ്ടെണ്ണത്തിലും നമ്മൾ ലൈറ്റ് ചെയ്യുന്നുണ്ട്, നമ്മൾ കത്തിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. കത്തിച്ചു കൊടുക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി തന്നെ നമ്മൾ അടിയിലത്തെ ആ ഹോൾ ഉണ്ടല്ലോ, ഹോളിന്റെ അവിടുത്തെ ആ ഒരു ഭാഗം മാറ്റിയിട്ട് വെള്ളം ഓട്ടോമാറ്റിക്കലി പുറത്തും പോവുകയും ചെയ്യും. അപ്പൊ ഈ ഒരു പ്രോസസ്സ് നമ്മൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും, പുറത്തു കൂടെ പുക പോകുന്നുണ്ട് നമ്മുടെ ബീഡിയും സിഗരറ്റും വലിക്കുന്നതിന്റെ. സെയിം ടൈം നമ്മൾ ഉള്ളിലേക്ക് വലിച്ചെടുക്കുന്ന ഒരു പുകയുണ്ടല്ലോ, അത് പതുക്കെ 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 നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും, കുപ്പിയിൽ ഇങ്ങനെ നിറഞ്ഞു നിറഞ്ഞു വരുന്നത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യാൻ നിങ്ങളുടെ ശരീരവുമായിട്ട്. ഇതുപോലെയാണ് നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലും. നിങ്ങളിങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ ഓരോ പഫ് ഇങ്ങനെ വലിച്ചെടുക്കുമല്ലോ, വലിച്ചെടുക്കുന്ന സമയത്ത് ഇത്രയും ക്വാണ്ടിറ്റിയിൽ തന്നെയാണ് നമ്മുടെ ഈ ഒരു പുക ശരീരത്തിന്റെ ഉള്ളിലേക്കും കിടക്കുന്നത്, ലങ്സിലൂടെ, ബാക്കിയുള്ള അവയവങ്ങളിലും എല്ലാത്തിലും. ഇപ്പൊ ഓൾമോസ്റ്റ് നമുക്ക് കാണാനായിട്ട് പറ്റും, ഫുൾ വെള്ളം നമ്മൾ കളഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഈ ഫുൾ കുപ്പിയിലും ആ ഒരു പുക നന്നായിട്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മുടെ ഈ കോർക്ക് മാറ്റിയിട്ട് അതിന്റെ ഉള്ളിലത്തെ പഞ്ഞി നമ്മൾ നോക്കാൻ പോവാണ്. ഈ പഞ്ഞിയിലാണ് ഒരു വട്ടം നിങ്ങൾ സിഗരറ്റ് വലിക്കുമ്പോൾ ഉണ്ടാകുന്ന ടാർ ഉണ്ടല്ലോ, ആ ഒരു കറ നിങ്ങൾക്ക് ഈ പഞ്ഞിയിൽ കാണാനായിട്ട് പറ്റും. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ 2 പഞ്ഞി കാണാനായിട്ട് പറ്റും. അപ്പൊ ഇതിൽ ഒരെണ്ണം കൂടുതൽ കറ പിടിച്ചിട്ടുള്ളതാണ് സിഗരറ്റിന്റെ, മറ്റു കറ കുറഞ്ഞതാണ് ബീഡിയുടെ പഞ്ഞി. പക്ഷെ എന്നാലും ബീഡിയുടെ പഞ്ഞിയിലും അത്യാവശ്യം കുറച്ച് കറകളൊക്കെ ഉണ്ട്. ഇതുപോലെയാണ് നിങ്ങളുടെ ലങ്സിന്റെ അവസ്ഥ. ഇത് ഒരു ബീഡിയുടെ കാര്യമാണ് കേട്ടോ, ഒരു ബീഡിയുടെ ഒരു സിഗരറ്റിന്റെയാണ് അവസ്ഥ നിങ്ങൾ ഇപ്പൊ കാണുന്നത്. അതുപോലെ നിങ്ങൾ ദിവസത്തിൽ ഒരു 2-3 എണ്ണം വലിച്ചു കഴിഞ്ഞാൽ ഒരു മാസം ആകുമ്പോഴേക്കും ഏകദേശം ഒരു 50 എണ്ണം 60 എണ്ണം. അങ്ങനെ നിങ്ങൾ വർഷങ്ങളായിട്ട് വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു ലങ്സിന്റെ അവസ്ഥ നോക്കുകയാണെങ്കിൽ ഇതേപോലെ ഏകദേശം ഒരു കളറായിട്ട് നിങ്ങൾ ഇരിക്കുന്നുണ്ടാവും. അപ്പോ നിങ്ങൾ തന്നെ ചിന്തിക്കും, നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന്. ഇനി രണ്ടിലും ഏതാണ് കുറച്ചും കൂടി സേഫ് എന്ന് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ബീഡിയും സിഗരറ്റും രണ്ടിലും അത്യാവശ്യം നല്ല രീതിയിൽ സൈഡ് എഫക്ട്സ് ഉണ്ട്. അപ്പൊ രണ്ടും നിങ്ങൾ ഒഴിവാക്കുക തന്നെയാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു കാര്യം. ഇപ്പോഴത്തെ ഒരു സമയത്ത് ചെറിയ ആൺകുട്ടികൾ, അതായത് 14-15 വയസ്സ് വരെയുള്ള ആൺകുട്ടികൾ, ഈവൻ പെൺകുട്ടികൾ വരെ വലിക്കുന്നുണ്ട് ഇപ്പൊ തൊട്ട്. അവരൊക്കെ ഇങ്ങനെ വലിക്കുന്നത് കാണുമ്പോൾ ഒന്നും പറയാനൊന്നുമില്ല. അപ്പൊ എല്ലാവരും മനസ്സിലാക്കുക എന്താണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം. എഗെയിൻ ഇപ്പൊ നിങ്ങൾ വർഷങ്ങളായിട്ട് വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളൊക്കെ ആണെങ്കിൽ ഞാനിപ്പോ ഈ പറയുന്നത് നിങ്ങൾക്ക് പ്രത്യേകിച്ച് വലിയൊരു കാര്യമൊന്നും ഉണ്ടാവില്ല. പക്ഷെ എനിക്ക് നിങ്ങളോട് പറയണം എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത്. എല്ലാവരിലേക്കും ഒരു വീഡിയോ തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഈവൻ നിങ്ങൾക്ക് ആൺകുട്ടികൾ വരെ ഉണ്ടെങ്കിൽ പോലും അവർക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അവരൊന്ന് മനസ്സിലാക്കിപ്പിക്കാനും നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. സോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം. ചാനലിൽ പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത്. സോ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.